ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഊന്നി പറയുന്നു. ആരൊക്കെയാണെങ്കിലും വിട്ടുവീഴ്ചയുടെ പ്രശ്നമുണ്ടാകില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലും മന്ത്രി സംശയിക്കുന്നു. ഇരുവർക്കും ഒരേ സ്വരമാണെന്നും ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും മന്ത്രി VN വാസവൻ 24-നോട്. അത് കൃത്യമായി സമർത്ഥരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരെല്ലാം കുറ്റക്കാരുടെ പേരില്ല. ആരൊക്കെ ആയിരുന്നാലും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെയും പ്രശ്നമില്ല. ആരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറഞ്ഞു അത് റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ ഇത് തമ്മിലുള്ളൊരു ബന്ധവും നമ്മൾ പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സ്വരം ഒരേ രൂപത്തിൽ വന്നു. പുതിയ അന്വേഷണം നടക്കുമ്പോൾ അറിയാമല്ലോ. ആ അന്വേഷണം വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ട് ഇപ്പോൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ മുമ്പിൽ വേറെ തെളിവ് ഹാജരാക്കാനില്ല. പക്ഷേ ഈ സംസാരങ്ങൾ ഇങ്ങനെ നടന്നിരിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചുള്ളൂ. കൃത്യമായി അത് പരിശോധിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് വെളി വരുമ്പോൾ ആരൊക്കെ ഈ ഗൂഢാലോചന ഉണ്ട്, എങ്ങനെയൊക്കെ വന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വെളിപ്പെടണം. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പോറ്റിയെ പോറ്റി വളർത്തുന്നത് ആര് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു. സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സംഘം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും തിരുവനന്തപുരത്ത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണ സംഘത്തിന് കൈമാറും. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിൻ്റെ ഇമേജിന് കോട്ടമാകുന്നോ? അതെ SKN, നിലവിൽ ദേവസ്വം ബോർഡിലൂടെ സർക്കാരാണ് വലിയ പ്രതിരോധത്തിലായിട്ടുള്ളത്. നിലവിൽ ഇന്നലെ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് ഗുരുതര സ്വഭാവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഇത് സ്വർണ്ണപ്പാളി വിവാദമല്ല. ശരിക്കും സ്വർണം നഷ്ടപ്പെട്ടു. 1.5 കിലോഗ്രാം വരുന്ന സ്വർണമായിരുന്നു നേരത്തെ ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തത്, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുത്തത്. പക്ഷേ അത് 400 കിലോഗ്രാം പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ തിരിച്ചു വന്നതെന്നുള്ള കണ്ടെത്തൽ അത് ഇടക്കാല റിപ്പോർട്ടിൽ നിന്നും കോടതി മനസ്സിലാക്കിയ ശേഷമാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ക്രൈംബ്രാഞ്ച് മേധാവിയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ പ്രത്യേകിച്ചും സൈബർ വിദഗ്ധർ അടക്കമുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലെ ഇന്ന് യോഗം ചേരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല 2019 ഇത് കൈമാറ്റം ചെയ്തിട്ടുള്ളത് ഈ ചെമ്പ് പാളി എന്ന രീതിയിൽ അന്ന് മഹർസറിൽ എഴുതിയ വിഷയം അടക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളൊപ്പം തന്നെ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. നിലവിൽ വെള്ളിയാഴ്ചയാണ് ദേവസ്വം വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുക. അങ്ങനെ പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. പക്ഷേ ആദ്യം എടുക്കേണ്ട നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏത് വിധത്തിൽ തയ്യാറാക്കണം, ഒപ്പം തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥരാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്നത്തെ രേഖകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടത് വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇതിലൊക്കെ തന്നെ ഏത് വിധത്തിൽ ഇടപെടാമടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിക്കും. ഒപ്പം തന്നെ ഇന്ന് ദേവസ്വം ബോർഡ് കൂടി അടിയന്തരമായ യോഗം ഇന്നും നാളെയും ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ഈ സ്വർണം അന്ന് കൈമാറ്റം ചെയ്ത സമയത്തെ രേഖകൾ ഒപ്പം തന്നെ ഫയലുകൾ, കിട്ടാവുന്ന ഫയലുകളൊക്കെ തന്നെ ശേഖരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്ത് തരം കാര്യങ്ങളായിരിക്കണം ഹൈക്കോടതിയിൽ ഇനി അടുത്ത ദിവസം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ദേവസ്വം എന്ത് നിലപാട് സ്വീകരിക്കണം അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ സ്വരൂപിക്കും. ഒപ്പം തന്നെ പ്രതിപക്ഷം ഇന്നലെ സഭയിൽ ഇത് വലിയ ആയുധമാക്കി എടുത്തിരുന്നു. സഭ പ്രക്ഷുബ്ധമാക്കി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇന്ന് സഭ ചേരുമ്പോഴും സഭയിൽ അത് വലിയ പ്രതിഷേധമാകും. സഭയിൽ അത് പ്രതിപക്ഷം വലിയ രീതിയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള സാധ്യത നിലവിൽ ഭരണപക്ഷം കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവുണ്ട്. കാരണം കഴിഞ്ഞ 16-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപീഠം കാണാനില്ല എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തി. അതിന് പിന്നാലെ 18-ാം തീയതി പ്രതിപക്ഷ നേതാവ് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപീഠം കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള കാര്യങ്ങൾ, ഇയാളുടെ പെരുമാറ്റത്തിൽ, ഇയാളുടെ നടപടികളിലൊക്കെ തന്നെ ചില സംശയം കൊണ്ട് ഗൂഢാലോചന സംശയിക്കുന്നു എന്ന പ്രതിരോധമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സർക്കാരിന് ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി വിവാദം ആകെ നാണക്കേടാക്കിയിട്ടുണ്ട്. കാരണം 2019 ഈ വിഷയത്തിൽ അന്നത്തെ മഹർസറിൽ പോലും അന്ന് സ്വർണ്ണപ്പാളി കൊടുത്തുവിടുമ്പോൾ അത് ചെമ്പായിരുന്നു എന്ന രീതിയിലുള്ള മഹർസറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് തിരുവാഭരണ കമ്മീഷൻ അടക്കം ഒപ്പുവെച്ചിട്ടില്ല എന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായി കാണുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ 2019 മഹർസറിൽ ഒപ്പിടാതിരുന്ന അല്ലെങ്കിൽ അന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ചോദ്യം ചെയ്യും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ വിവരങ്ങൾ
ഒരു കാരണവശാലും ചോരാൻ പാടില്ല. അത് കോടതിക്ക് മുൻപിൽ 1 മാസത്തിന് മുൻപിൽ സമർപ്പിക്കണം. അതിനിടയിൽ ഇതിന്റെ രഹസ്യാത്മകത പൂർണ്ണമായും സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ADGP H വെങ്കടേഷ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാകത്തനം CA അടക്കമുള്ള ഈ കേസും ഇത്തരം കേസുകൾ ഇതിനു മുമ്പ് കൈകാര്യം ചെയ്ത് മുൻപരിചയമുള്ള ആളുകളെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷം ഒരു വിധത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പ്രതിഷേധം എന്ന രീതിയിൽ ഉന്നയിക്കാൻ പാടില്ലാത്ത തരത്തിൽ 1999 മുതൽ, അതായത് UDF ഭരണകാലത്തെ അഴിമതിയുടെ കാര്യങ്ങളടക്കം പുറത്തു കൊണ്ടുവരുന്ന സർക്കാരിന്റെ ആവശ്യം. കാരണം നേരത്തെ UDFന്റെ ഭരണകാലത്തും ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഭരണത്തിൽ ചില അഴിമതി ഉണ്ടായി എന്നാണ് നിലവിൽ ഭരണപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ 2019 വിഷയം മാത്രമല്ല, 1999 വിജയമല്ലേ 30 കിലോഗ്രാം സ്വർണം പൂശിയത് മുതൽ 2025 വരെയുള്ള ശബരിമലയിലെ എല്ലാ വിഷയങ്ങളും പരിശോധിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഓക്കെ, താങ്ക് യു. മനീഷ് മുഗിവാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.